விடையால் மனமுருகும் மத்திய செய்கிடா பாபம் மிருத்யு சாப கோர விடையால் மனமுருகும் மத்திய செய்கிடா அட்டானிக்குன்னோ பாரம் வாங்கி போ യേശുവിൻ്റെ അഡ്ഡാനിക്കുന്നു ഭാരം കൈകളെ തട്ടി ശക്തിയോടെ ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കോ കർത്തൻ എൻ്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു പൂജമുള്ളോ കൈപിടിച്ച് നയിക്കുന്നെന്നെ ഇടയ ക്രിസ്തു വീര്യ പൂജമുള്ളോ കൈപിടിച്ച് നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു കൃപ 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 ദൈവ കൃപ ഓരോ ആളുകളിലും യെസ് യെസ് നന്ദി 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 ദൈവ ശബ്ദം ശ്രദ്ധിക്കുവാൻ ഓരോ ആളുകളുടെ ഹൃദയങ്ങളെയും സ്വർഗം തുറന്നതിനായി നന്ദി നന്ദി ദൈവമേ അങ്ങ് സംസാരിക്കണം ഞങ്ങൾ കേൾക്കുന്ന യേശുനാമത്തിൽ நல்ல தெய்வமே ஆமென். சதிசபாக்கியம் 13:12 நீதிமொழிகள் 13ஆம் அதிகாரம் 12ஆம் வசனம். Proverbs 13:12 ஆஷா விளம்பனம் ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. நெடுங்காலமாய் காத்திருக்குதல் இருதயத்தை இளைக்க பண்ணும். விரும்பினது வரும் பொழுதோ அது ஜீவ விருட்சம் போல இருக்கும். Hope deferred makes the heart sick, but when the desire comes, it is a tree of life. காத்திருந்து காத்திருந்து ദൈവ സന്നിധിയിൽ കാത്തിരുന്ന് ഹൃദയം ക്ഷീണിച്ച് അപ്പൻ്റെ പാദത്തിൽ നീ എത്തിയിരിക്കുന്നുവോ? ഇന്നത്തെ കൂട്ടായ്മ നിങ്ങൾക്കുള്ളതാണ്. He will not return. He will not send you back empty handed. ആരെയും ഒഴിഞ്ഞ കൈയായി തമ്പുരാൻ ഇന്ന് അയക്കുകയേയില്ല. ആമേൻ ആമേൻ. അവൻ വാക്ക് മാറാത്തവൻ. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. കാർമേൽ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ കയറിയ കർത്താവിൻ്റെ കൺമണിയെ പ്രവാചകൻ എലൈജ. The Bible says he recited a simple and short prayer. 1 രാജാക്കന്മാർ 18:38 ഒരു കാര്യം എലൈജ ഊന്നി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങാണ് ദൈവം, അങ്ങ് തന്നെ ദൈവം എന്ന് ഈ ജനം അറിയേണ്ടതിന് എൻ്റെ നിലവിളിക്ക് മറുപടി നൽകണമേ. You are God. Let this country know, let these people know, അങ്ങാണ് സത്യ ദൈവം,
ക്രിസ്തു തന്നെ സത്യ ദൈവമെന്ന് അറിയേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. തീ ഇറക്കി ഉത്തരം നൽകുന്ന ദൈവം തന്നെ ദൈവം. ആമേൻ. 38-ാം വചനം 1 രാജാക്കന്മാർ 18:38 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉടനെ തീ ഇറങ്ങി. നാളെയല്ല, മറ്റന്നാളല്ല, ഉടനെ ഉടനെ ഉടനെ. എൻ്റെ ദൈവത്തിൽ ഇന്നും ജീവനുണ്ട്. നിന്റെ നിലവിളിക്ക് ഉടനെ മറുപടി നൽകുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 18:38 ദാനിയേൽ പ്രവചനം 9:23 ഐസയ 65:24 ദൈവത്തിൻ്റെ പ്രിയൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അപേക്ഷിച്ചാൽ അപേക്ഷയുടെ ആരംഭത്തിൽ തന്നെ മറുപടി നൽകുന്ന ദൈവം. വിശ്വസിക്കുന്നവർ മാത്രമേ ഹല്ലേലൂയ പറയാം. ദൈവത്തിൻ്റെ പ്രിയൻ ദൈവത്തിൻ്റെ പാദത്തിൽ കടന്നു വന്ന് അപേക്ഷിച്ചാൽ നീ അപേക്ഷിക്കുന്ന ആരംഭത്തിൽ തന്നെ മറുപടി നൽകുന്ന ദൈവം. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രിയൻ നിലവിളിച്ചാൽ, ഐസയ 65:24 നിലവിളിച്ചാൽ, കരഞ്ഞാൽ, കണ്ണിൽ നിന്ന് ഒരു ചൊട്ട് കണ്ണുനീർ വീണാൽ നിലവിളിക്ക് മുമ്പേ മറുപടി നൽകുന്ന ദൈവം. ഞാൻ പറഞ്ഞ ഈ സത്യം 1 രാജാക്കന്മാർ 18:38 ദാനിയേൽ പ്രവചനം 9:23 ഐസയ പ്രവചനം 65:24 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഉടനെ തീ ഇറങ്ങി. അടുത്ത മൊമെന്റിൽ കാര്യം എളുപ്പമില്ലായിരുന്നു. അവിടെ ദേശം ഭരിക്കുന്ന ചക്രവർത്തി ആഗാബ് തൻ്റെ മുമ്പിൽ കള്ളപ്രവാചകന്മാർ 450 പേർ. ആഗാബ് ചക്രവർത്തിയുടെ മുഖം നോക്കി പ്രവാചകൻ എലൈജ പറയും, 3.5 ആണ്ടുകളായി വെറിച്ചോടി വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ ഇതാ സ്വർഗത്തിൽ നിന്ന് മറുപടി പുറപ്പെട്ട് മഴയുടെ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഞാൻ വലിയ മഴയുടെ മുഴക്കം കേട്ട്, വലിയ മഴയുടെ ചക്രവർത്തി രാജാവേ, അങ്ങയുടെ രഥം വൻ മഴ മുഖാന്തരം തടയപ്പെടാതിരിക്കേണ്ടതിന് രഥത്തെ പൂട്ടി ഓടിക്കൊള്ളുക. വൻ മഴയുടെ മുഴക്കം നാം കേട്ട്. He stood up in the top of Carmel mountain and commanded his servant. തൻ്റെ ബാല്യക്കാരനോട് പറയും, മകനെ, കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട്. വരണ്ട് കിടക്കുന്ന ഈ 3.5 ആണ്ടുകളിൽ വൻ മഴ പൊഴിയുമെന്ന് ദൈവം സംസാരിച്ചിട്ടുണ്ട്. നീ പോയി നോക്കുക, നീ ചെന്ന് നോക്കുക. 1 രാജാക്കന്മാർ 18:41-44 അവൻ ചെന്ന് നോക്കി മടങ്ങി വന്ന്, യജമാനനെ, ഒന്നുമില്ല, നത്തിങ്, ഇറ്റ് ഈസ് നത്തിങ്. അല്ല, വൻ മഴയുടെ മുഴക്കം എൻ്റെ ചെവിയിൽ കേൾക്കുന്നു. അഗൈൻ ഗോ ആൻഡ് സീ. 6 times, 6 പ്രാവശ്യം ബാല്യക്കാരൻ നോക്കി. അവൻ മടങ്ങി വന്ന്, യജമാൻ, ഒന്നുമില്ല. 7-ാം പ്രാവശ്യം വന്ന് പറയുന്നു, ഞാൻ കണ്ട് ഒരു കൈപ്പത്തി അളവ് ഒരു മേഘം ഉരുണ്ട് തിരണ്ട് വരുന്നത് ഞാൻ കണ്ട്. അവിടെ വൻ മഴ രാജാവിൻ്റെ രഥത്തെ തടയുന്ന രീതിയിൽ സ്വർഗം തുറന്ന് വൻ മഴ അവിടെ പെയ്യുവാൻ ദൈവത്തിൻ്റെ കരം ഇറങ്ങി. ആമേൻ, ഹല്ലേലൂയ.
എന്തുകൊണ്ട് താമസം? അവിടെ ഉടനെ പ്രവർത്തിച്ചവൻ 1 രാജാക്കന്മാർ 18:38 എലീജ വാ തുറന്ന ഉടനെ തീയിറങ്ങി. ഇവിടെ താമസം. എന്തുകൊണ്ട് താമസം? എൻ്റെ ഡിക്ഷണറി എന്നെ പഠിപ്പിക്കുന്ന ഡിലേ ഈസ് നോട്ട് ഡിനയൽ. ഡിലേ ഈസ് നോട്ട് ഡിനയൽ, ബട്ട് ഡിലേ ഈസ് ട്രയൽ. ആമേൻ, ആമേൻ. താമസം നിഷേധമല്ല, അത് അഗ്നി ശോധനയാണ്. ആമേൻ. താമസം ദൈവജനമേ, അത് നിഷേധമല്ല, അത് അഗ്നി ശോധനയാണ്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യാക്കോബ് ലേഖനം 1-ാം അധ്യായം 3-ാം വചനം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, അതാണ് താമസം. ഹോപ്പ് ഡെഫേർഡ് ഈസ് എ ട്രയൽ. താമസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്നത് നമ്മ തകർക്കുവാനല്ല, നമ്മ ഒരുക്കുവാൻ വേണ്ടിയാണ്. യാക്കോബ് ലേഖകൻ എഴുതുന്നു 1:3, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരതയെ ഉളവാക്കുന്നു. It worketh patience. The trial of your faith, the Bible records, it worketh stability. നീ ഉറച്ചു നിൽക്കുവാനുള്ള സ്ഥിരത, സഹിഷ്ണുത ദൈവം നിന്റെ ഉള്ളിൽ ഉരുവാക്കുന്നു. ഒരു കാര്യം ഓർക്കുക, ഞാൻ പ്രസ്താവിക്കുന്ന ഈ ദൈവം നിന്നെപ്പോലെ ഒരു മനുഷ്യനല്ല. മനസ്സിലായവർ സ്തുതിക്കണം. മിണ്ടുന്നില്ല. ഈ ദൈവം നിന്നെപ്പോലെ ഒരു മനുഷ്യനല്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നിന്റെ വഴികൾ അവന്റെ വഴികൾ അല്ല. ഐസയ പ്രവാചകൻ എഴുതുന്നു 55:8, ഏ മനുഷ്യ, നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരം. ആകയാൽ നീ എത്ര ശ്രമിച്ചാലും അവിടെ താമസം ഉണ്ടാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവവും നന്മയ്ക്കായി കൂടി തന്നെ വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താമസമുണ്ടാകും, ക്ഷീണമുണ്ടാകും, കണ്ണുനീരുണ്ടാകും, അല്പം നരക്കമുണ്ടാകും, കഷ്ടത ഉണ്ടാകും, അഗ്നിശോധന ഉണ്ടാകും. നന്മയ്ക്കായി, ദൈവമക്കളുടെ നന്മയ്ക്കായി. ആമേൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, യോഹന്നാൻ 11-ാം അധ്യായം 1-ാം വചനം, 3-ാം വചനം, 5-ാം വചനം, 7-ാം വചനം. അവിടെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രശംസ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പേര് ലാസർ. 2 സഹോദരിമാരുണ്ട്, ഒന്ന് മാർത്ത, മറ്റൊരുത്തി മരിയ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, ലാസർ ദീനമായി കിടന്ന്. ലാസറിനെ കുറിച്ച് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ പ്രിയൻ. ക്രിസ്തുവിൻ്റെ പ്രിയന് ദീനം. ക്രിസ്തു സ്നേഹിക്കുന്ന വ്യക്തിക്ക് ദീനം. യേശു ഇത് അറിഞ്ഞ്, കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്ന അങ്ങയുടെ പ്രിയൻ ലാസറുവിന് ദീനം. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് കർത്താവ് ഓടിപ്പോയില്ല. എൻ്റെ ഫ്രണ്ടാണ് ദീനമായി കിടക്കുന്നത്. കർത്താവ് ഇത് അറിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം താമസിച്ചു. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് കേട്ടിട്ട്
ഇത് കേട്ടിട്ട് തൻ്റെ സ്നേഹിതൻ ദീനമായി എന്ന് അറിഞ്ഞിട്ട് യേശു അവിടെ 2 നാൾ താമസിച്ചു. കാര്യം അവിടെ തീർന്നില്ല. ലാസർ ദീനം മൂത്ത്, ദൈവത്തിൻ്റെ പ്രിയൻ ദീനം മൂത്ത് മരിച്ചു മരണം അറിഞ്ഞിട്ടും യേശു വന്നില്ല. യേശു താമസിച്ച്. യേശു ബഥാനിയ തൻ്റെ പ്രിയൻ ലാസറുടെ കല്ലറയുടെ അടുക്കലെത്തിയപ്പോൾ ലാസറുടെ പ്രേതം നാട്ടമിക്കാൻ തുടങ്ങി. കല്ല് നീക്കുവിൻ. മാർത്ത ഓടി വന്നു പറയും, യജമാനനെ, അവൻ മരിച്ച് 4 ദിവസമായി. അവൻ നാറ്റം വയ്ക്കാൻ തുടങ്ങി. എന്തുകൊണ്ടവൻ താമസിച്ചു? നിന്റെ ജീവിതത്തിൽ ഒരു സാധാരണ പ്രവൃത്തിയല്ല. ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ ഒരു അസാധാരണ പ്രവൃത്തി പ്രവർത്തിക്കുവാൻ അവന് പദ്ധതി ഉണ്ട്. ഒരു അസാധാരണ കാര്യം ചെയ്യുവാൻ നിന്റെയും എൻ്റെയും ജീവിതത്തിൽ ഒരു സാധാരണ കാര്യം ചെയ്യുവാനല്ല, ഒരു അസാധാരണ കാര്യം ചെയ്യുവാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ആകയാൽ അവൻ താമസിച്ചു. 3 നാൾ സാധാരണ, ഇവിടെ 4 നാൾ. ആമേൻ. 3 നാൾ. ബൈബിൾ 66 പുസ്തകങ്ങളും ഓരോ ലൈൻ ബൈ ലൈനായി വായിച്ചാൽ 3 എന്നാൽ അത് സാധാരണം, 4 അസാധാരണം. അതാണ് അവൻ നാറുന്നത് വരെ, തൻ്റെ പ്രിയൻ നാറുന്നത് വരെ കർത്താവ് താമസിച്ച്. ലാസറേ, പുറത്തേക്ക് വാ. ആരും ഡെഡ് ബോഡിയെ പേർ ചൊല്ലി വിളിക്കുകയില്ല. കർത്താവ് അവൻ്റെ ജീവനെ കണ്ട്, ലാസറേ പുറത്തേക്ക് വാ. മരിച്ചവൻ പുറത്തു വന്ന് അസാധാരണം. 3 നാളിലാണെങ്കിൽ അത് സാധാരണം. 4-ാം നാളിൽ നാറുന്ന ലാസർ, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, ജീവനോട് പുറത്തു വന്ന് വരണ്ട നിലത്തിൽ വൻമഴയുടെ മുഴക്കം തന്നവൻ. ആമേൻ. ചെത്ത് അളിഞ്ഞ് നാറുന്ന ശരീരത്തിൽ ജീവന്റെ പുതുക്കം വെച്ചവൻ ഇവിടെ ഉണ്ട്, നിന്റെ മുമ്പിലുണ്ട്. നിന്നെ ചുറ്റും അഗ്നിയായി ഉണ്ട്. നിന്നവൻ തൊടുന്നുണ്ട്. പല ആളുകളെയും അവൻ സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഇത് അറിയുന്നില്ല. കെട്ടുകൾ പൊട്ടുന്നു. ശരീരത്തിൽ നീരുമായി വന്ന ഒരു സഹോദരി, നിങ്ങളുടെ നീര് ഇപ്പോൾ അപ്രതീക്ഷമാകുന്നു. യെസ്, നിങ്ങളുടെ നീര് ഇപ്പോൾ അപ്രതീക്ഷമാകുന്നു. പല കട്ടികൾ അപ്രതീക്ഷമാകുന്നു. പല മുളകൾ തെറിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ അശിയ മുഖാന്തരം മതിൽ പോലെ പ്രതികൂലം അനുഭവിക്കുന്ന 6 വ്യക്തികളുടെ ജോലി സ്ഥലത്തിലെ കർത്താവിൻ്റെ കരം ഇറങ്ങുന്നു. പ്രതികൂല വൻ മതിലുകൾ ഇടയുന്നു. 3 നാൾ, 1, 2, 3 സാധാരണം, 4 നാറ്റം വയ്ക്കുന്ന നാൾ അസാധാരണം. സ്വർഗത്തിൽ പുതിയ ജെറുസലേമിൽ പത്മോസിൽ കിടക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ യോഹന്നാൻ വിഷനിൽ കാണുന്ന 4 വൻമതിൽ. വെളിപ്പാട് പുസ്തകം 21:3 ഓരോ മതിലിലും 3 വാതിലുകൾ. ബൈബിളിൽ 3 സാധാരണ. 25 ആണ്ടുകൾ കാത്തിരുന്ന് ലഭിച്ച ഇസഹാക്കിനെയും കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 22:5 യാഗം അർപ്പിക്കുവാൻ പോകുന്ന ആബ്രഹാം, ഞാനും എൻ്റെ ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരും. ദൈവം കാണിച്ച ആ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ
ഉൽപ്പത്തി 22:4 നമ്മ പഠിപ്പിക്കുന്ന ആബ്രഹാം നടന്നത് 3 നാൾ നടന്ന്. ബൈബിളിൽ 3 സാധാരണം. സ്വർഗത്തിൽ പുതിയ ജെറുസലേമിൽ വൻമതിലിൽ 3 വാതിലുകൾ. കിഴക്ക് നോക്കി 3 വാതിൽ, പടിഞ്ഞാറ് നോക്കി 3 വാതിൽ, തെക്കും വടക്കും നോക്കി 3 വാതിൽ. ബൈബിളിൽ 3 സാധാരണം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തൻ്റെ 12-ാം വയസ്സിൽ യേശു ദേവാലയത്തിൽ ശേഷിച്ചത് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 3 നാളുകൾ. മത്തായി സുവിശേഷം 12:40 യോന പ്രവാചകൻ കടൽ ആനയുടെ വായിൽ കിടന്നതല്ല, ഇരുന്നത്. ആമേൻ, ഇരുന്നത്. 3 നാളുകൾ ബൈബിളിൽ 3 സർവസാധാരണം. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ 3.5 ആണ്ടുകാലം തൻ്റെ നന്മ നിറഞ്ഞ ശുശ്രൂഷ ചെയ്തപ്പോൾ സഹായിക്കുവാൻ തിരഞ്ഞെടുത്തത് 70 പേർ. അത് 12-ൽ പിന്നെ ചുരുങ്ങി. മത്തായി സുവിശേഷം 17:1 നമ്മ പഠിപ്പിക്കുന്ന ആ 12 വീണ്ടും 3 ചുരുങ്ങി. ബൈബിളിൽ 3 സാധാരണം. 4 നാറ്റം വയ്ക്കുന്ന നാൾ, അന്ന് അസാധാരണ പ്രവൃത്തി വെളിപ്പെടുന്ന നാൾ. മത്തായി സുവിശേഷം 16:21 യേശു തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കുന്ന മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത് പലതും സഹിപ്പാൻ, പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുവാൻ, പിന്നെ മരിപ്പാൻ, പിന്നെ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽപ്പാൻ. ആമേൻ. വേദവചനത്തിൻ അടിസ്ഥാനത്തിൽ 3 സാധാരണം. തൻ്റെ പ്രിയന്റെ ജീവിതത്തിൽ ദൈവം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ, അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 4-ാം നാളിന് വേണ്ടി കാത്തിരുന്ന് നാറുന്ന ദിവസം. സാധാരണ പ്രവൃത്തി കാണാനല്ല, അസാധാരണ പ്രവൃത്തി കാണാൻ. ബൈബിളിൽ ഏറ്റവും അധികാലം ഒരു കുഞ്ഞിൻ്റെ കാൽ കാണാൻ കാത്തിരുന്ന വലിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ ആബ്രഹാമിനെ കുറിച്ച് വചന ചരിത്രം നമ്മ പഠിപ്പിക്കുന്ന 25 ആണ്ടുകൾ കാത്തിരുന്ന്. ആബ്രഹാമിൻ്റെ പേര് പോലും പറയുവാൻ യോഗ്യതയില്ലാതെ സുന്ദർ സിംഗിന് ദൈവം 25 ആണ്ടുകളും പ്ലസ് 1 ആഴ്ചയും കൂടെ താമസിപ്പിച്ച് എന്നെ വെറുതെ വിട്ടില്ല. ആമേൻ, ആമേൻ, ആമേൻ. താമസിച്ച് ഒരു നന്മ കാണുവാൻ മടുത്ത് ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നുവോ, എത്ര അധികം താമസിക്കുന്നുവോ അതിൻ്റെ മധുരം അധികമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതോ നീന കാവൻ വേണ്ടതെല്ലാം തളരാടെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി വളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ
ஒரு நல்ல நாயகன் நினக்கில்லையோ, மறுபோ பிரயாணத்தில் சாரிடுவான். ஒரு நல்ல நாயகன் நினக்கில்லையோ, கருதோம் நீன காபன் வேண்டடல்லா. போரா, ഈ ശബ്ദം പോരാ. കരുതോം നീന കാവൻ വേണ്ടതല്ല, തളരാതെ നീടുക. കരുതോം നീ കാവൻ വേണ്ടതെല്ലാം. അങ്ങനെ പാടണം. കരുതോം നീ കാവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ഓ റബ റഗ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. പാരമ്പര്യം പാരമ്പര്യമായി, തലമുറ തലമുറയുമായി മന്ത്രവാദിയെയും നിർമ്മിക്കപ്പെട്ട വിഗ്രഹത്തെയും പാമ്പ് പൂജയും ചെയ്ത ചില കുടുംബങ്ങൾപ്പെട്ട വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം പാമ്പ്, പഴയ പാമ്പ് കൈയടക്കി വെച്ചിരിക്കുന്ന ആത്മാക്കള് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അഴിച്ചെടുക്കുന്നു. You are unloosed. You are unloosed. മോചനം, മോചനം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് മോചനം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് മോചനം, മോചനം, മോചനം. സ്നേഹസ്വരൂപനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് മോചനം, മോചനം, മോചനം. ടി 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 ടി. അഭിഷേക ടി, അഭിഷേക ടി. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ എനിക്കില്ലയോ. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ എനിക്കില്ലയോ. കരുതോം എന്നീ കാവൻ വേണ്ടതല്ല, തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും മറുവിൽ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മറുവിൽ നീരുകയോ. യോഹന്നാൻ 11 1 3 5 7. തന്റെ പ്രിയൻ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ടും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ 2 ദിവസം താമസിച്ചു. മരണവാർത്ത അറിഞ്ഞിട്ടും വീണ്ടും 4 ദിവസം കർത്താവ് താമസിച്ചു, നാറുന്നത് വരെ. ഞാൻ സാധാരണ ദൈവമല്ല, ഞാൻ 10ൽ 1 ഞാൻ ഏകൻ, ക്രിസ്തു ഏകൻ എന്ന് സ്ഥാപിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണ പ്രവൃത്തി ദൈവം പ്രവർത്തിക്കുവാൻ അവൻ വീണ്ടും വീണ്ടും താമസിച്ചു. താമസിക്കുന്നു എങ്കിൽ യേശു എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമേയില്ല. മനസ്സിലായോ? നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുവാൻ, നിന്റെ കഠിനർക്ക് മറുപടി നൽകുവാൻ
തമ്പുരാൻ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ താമസിക്കുന്നു എങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ പ്രിയൻ അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അർത്ഥമേ ഇല്ല. യേശു ആരെ സ്നേഹിക്കും? യേശു ആരെ സ്നേഹിക്കും? സദൃശവാക്യം 8:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ സ്നേഹിക്കും. ആമേൻ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് ക്രിസ്തു സ്നേഹിക്കും. എല്ലാരെയും എൻ്റെ തമ്പുരാന് ആവശ്യമുണ്ട്. മത്തായി 18:14 ഒരു ആത്മാവ് പോലും നാശത്തിലേക്ക് പോകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നേയില്ല. ആമേൻ. സ്തോത്രം വരുന്നില്ല. ദൈവമുണ്ടോ? ദൈവമുണ്ടോ? ഡൽഹിയിൽ ഈ വർഷം മാർച്ച് 14 ഒരു വീട്ടിൽ മാത്രം തീ കത്തി. ഫയർ ആക്സിഡന്റ്. ഒരു വീട്ടിൽ മാത്രം. ഡൽഹി ഹൈക്കോടതി ജഡ്ജ് മിസ്റ്റർ വർമ്മ, ഒറ്റ വീട്ടിലെ ഫയർ ആക്സിഡന്റ് ഉണ്ടായി. പരിശോധിച്ച് നോക്കിയപ്പോൾ വീട് നിറച്ച് 500 നോട്ടുകൾ കത്തി. ദൈവമുണ്ടോ? ഉണ്ടോ? നിന്റെ മന്ത്രിമാരോട് പറയണം, വോട്ട് ചോദിച്ചു വരുന്ന നിന്റെ നേതാക്കളോട് പറയും, ദൈവം ഇല്ല എന്ന് സ്ഥാപിച്ചിട്ട് എൻ്റെ വീട്ടിൽ വരരുത്. ഇത് ചോദിക്കണം. ഒറ്റ വീട്ടിലേ തീ പടർന്നുള്ളു. അത് കള്ളപ്പണം സൂക്ഷിച്ച ഹൈക്കോടതി ജഡ്ജ് വർമ്മയുടെ വീട്ടിൽ ദൈവമുണ്ടോ? ദൈവമുണ്ടോ? മണിക്കൂറുകൾക്ക് മുമ്പ് 100 പൗരന്മാർ വെന്ത് മരിച്ച, ടേക്ക് ഔട്ട് ചെയ്ത് 1/2 മിനിറ്റിനകം 250 ആളുകൾ വെന്ത് മരിച്ച ആക്സിഡന്റ് നാം കണ്ണുകൊണ്ട് കണ്ടതാണ്. ലോകം കാണുന്നു. എല്ലാ പേരോടും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു പേര് ഒരാളാണ് രക്ഷപ്പെട്ടത്. പേരെന്താണ്? വിശ്വാസം. അയാൾ വിശ്വാസി ആയോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേര് വിശ്വാസം. അറിഞ്ഞോ അറിയാതെയോ, വിശ്വസിക്കുന്നവനോ ഇല്ലാത്തവനോ സുവിശേഷത്തോട് കണ്ണുകൾ നോക്കാൻ വേണ്ടി, ശ്രദ്ധ തിരിവാൻ വേണ്ടി വിശ്വാസം എന്നുള്ള പേരുള്ളവൻ മാത്രം രക്ഷപ്പെട്ട് എല്ലാവരുടെ ശ്രദ്ധയും ചിന്തയും കണ്ണുകളും ഇന്ന് സുവിശേഷത്തിലേക്കാണ്. ഈ സുവിശേഷം കടന്ന് നീ ഒരു അനുഗ്രഹം അന്വേഷിക്കേണ്ട. കിട്ടത്തില്ല മക്കളെ, കിട്ടത്തില്ല. അതാണ് ഉയർത്തെഴുന്നേറ്റ യേശു ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 3:19 വചനത്തിൽ, 1 പത്രോസ് 4:6 വചനത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു ആത്മാവിൽ, the first thing he did was he went down to the pit. ആദമപാതാളത്തിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം ചെന്നത് ആത്മാവിൽ അധമപാതാളത്തിൽ. അന്ന് മുതൽ അവിടെ പർട്ടിക്കുലർ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നോഗ അപ്പച്ചന്റെ പ്രസംഗം കേട്ട് സുവിശേഷം വകവയ്ക്കാതെ അടമപാതാളത്തിൽ ആയിരുന്ന ആളുകളോട് യേശു സുവിശേഷം അറിയിക്കുവാൻ പോയി. ബൈബിൾ എടുത്ത് വായിക്കുക. ആർക്കും ഈ സുവിശേഷം കടന്ന് ഒരു നന്മയും നീ പ്രതീക്ഷിക്കരുത്, തൊട്ടുപോകും. 1 പത്രോസ് 3:19, 1 പത്രോസ് 4:6 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഐസയ
45:7 യഹോവയായ ഞാൻ സർവത്തെയും ചെയ്യുന്നു. ആമേൻ. യഹോവയായ ഞാൻ 45:7 സർവത്തെയും ചെയ്യുന്ന. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:17 ക്രിസ്തുവായ ഞാൻ സകലത്തിൻ്റെയും ആധാരമായിരിക്കുന്നു. അതുകൊണ്ട് ഈ കറുത്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സുവിശേഷം എന്നുള്ള മർമ്മം കവച്ചു വച്ച് ഒരു നന്മയ്ക്ക് വേണ്ടി നിന്റെ കണ്ണുകൾ പതിയരുത്. വിശ്വാസം എന്നുള്ള ഒരാളിനെ മാത്രം സ്വർഗം രക്ഷപ്പെടുത്തിയത് ഈ ഭൂമിയിലുള്ള സകല ആളുകളും വിശ്വാസത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയാണ്. മനസ്സിലായവർ കൈകളെ തട്ടണം. കർത്താവ് അരുളി ചെയ്യുന്ന, നിനക്ക് ജീവൻ തന്നിരിക്കുന്നത് എന്നെ സ്നേഹിക്കുവാൻ. എന്നെ സ്നേഹിക്കുന്നവന് ദൈവം അരുളി ചെയ്യുന്ന, ഞാൻ സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കും? നിങ്ങനെ സ്നേഹിക്കും? അല്പം അവിടെ, പേര് പറയുന്നില്ല, അത് ഭരണങ്ങാണമോ, അത് എടത്തുകയോ, അത് കുരിശടിയോ, അത് പൊള്ളുമലയോ, അല്പം അവിടെ, സ്വൽപ്പം ഇവിടെ, ഇപ്പം ഇവിടെ. ഇങ്ങനെ ആളുകളുണ്ട്. മനസ്സിലാകുന്നില്ല? ഒന്നുകൂടെ പറയാം. അല്പം അവിടെ, സ്വൽപ്പം അവിടെ, ഇപ്പം ഇവിടെ. ഇത് വിട്ട് വെളിയിൽ പോയാൽ അവനവൻ്റെ സ്വഭാവം വെളിപ്പെടും. നേരെയായിക്കൊള്ളുക. ദൈവമക്കളെ മാറ്റി നിർത്തിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. നേരെയായിക്കൊള്ളുക. ക്രിസ്തുവിനെ നീ സ്നേഹിച്ചാൽ ക്രിസ്തു നിന്നെ സ്നേഹിക്കും. സരിസവാക്യം 8-ാം 17-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 22-ാം 37-ാം വചനത്തിൽ നിന്റെ പൂർണ്ണ ഹൃദയത്തോട്, നിന്റെ പൂർണ്ണ ആത്മാവോട്, നിന്റെ പൂർണ്ണ മനസ്സോട്, അല്പമല്ല, അല്പമല്ല, പൂർണ്ണമായി, പൂർണ്ണമായി. രണ്ടാമത്, നീ സ്നേഹിക്കുന്ന ആളുകൾക്ക്, ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ അങ്കിളോ, അവരുടെ ഇഷ്ടത്തിന് നീ ഒരിക്കലും നോ പറയുകയേയില്ല. ആമേൻ, ആമേൻ. നീ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക്, അവരുടെ ഇഷ്ടത്തിന് നീ നോ പറയുകയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമോ, 1 ദശലക്ഷത്തി 4-3-ാം വചനത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിന്റെ ശുദ്ധീകരണം തന്നെ. 1 ദശലക്ഷത്തി 5-23-ാം വചനം, നിന്റെ ആത്മാവ്, പ്രാണൻ, ശരീരം, ഇത് മൂന്നും ഒന്നടങ്കം. The Bible says holy. It should be sanctified wholly, not partly. സമ്പൂർണമായി ആത്മാവും പ്രാണനും ശരീരവും അവൻ വരുമ്പോൾ കുറ്റമറ്റതായി, ഇരുട്ട് ഇല്ലാത്തതായി, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തതായി കാക്കപ്പെടണം. അതിൻ്റെ അർത്ഥം സമ്പൂർണം, സമ്പൂർണം. അതാണ് ദൈവസ്നേഹം. നിന്റെ ജീവിതം കർത്താവിന് സമ്പൂർണ്ണ വിശുദ്ധിയായിരിക്കണം. സമ്പൂർണം. രണ്ടാമത്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 53:2 സ്വർഗത്തിലെ ദൈവം അന്വേഷിക്കുന്ന, എന്നെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ ഉണ്ടോ? സമ്പൂർണൻ, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. 2, ഈ വചനത്തിന് അടിസ്ഥാനത്തിൽ ബുദ്ധിമാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ.
അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. മൂന്നാമത് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 8:31 യഹൂദന്മാർ തങ്ങൾ വിശ്വസിച്ച യഹൂദന്മാരോട് ക്രിസ്തു യേശു അരുളി ചെയ്യുന്നു, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് സാധാരണ ഒരു വിശ്വാസിയായിട്ട് അല്ല, എൻ്റെ ശിഷ്യന്മാരായി നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നു. എൻ്റെ ശിഷ്യൻ എൻ്റെ സുവിശേഷത്തിൽ ഉപദേശത്തിൽ നിലനിൽക്കും, അവനാണ് ശിഷ്യൻ. കർത്താവ് ആനന്ദത്തോട് വെളിപ്പെടുത്തുന്ന വചനം ലൂക്കോസ് 18:8 പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിൽ ക്രിസ്തു യേശുവായ ദൈവപുത്രൻ മധ്യവാനിൽ വരുമ്പോൾ അന്ന് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ശിഷ്യന്റെ കുറവ്, വിശ്വാസം തീർന്നു പോകും. സമ്പൂർണനായി സ്നേഹിക്കുക. നമ്പർ 1, ദൈവത്തെ അന്വേഷിച്ച് ബുദ്ധിമാനായി ദൈവത്തെ സ്നേഹിക്കുക. നമ്പർ 2, വിശ്വാസിയായിട്ട് അല്ല, കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യനായി ദൈവത്തെ സ്നേഹിക്കുക. എങ്കിൽ അല്പം അവിടെയും സ്വൽപ്പം അവിടെയും ഇപ്പം ഇവിടെയും പങ്കുവയ്ക്കുകയില്ല. ഉള്ളത് ഒറ്റ ആയുസ്. ദൈവത്തോട് മാത്രം കളിച്ചു കളയരുത്. നീ ഭയപ്പെടുക, ഈ ദൈവത്തെ ഭയപ്പെടുക. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ സ്നേഹിക്കും. പിന്നെ എങ്ങനെ സ്നേഹിക്കേണ്ടത്? രണ്ടാമത്, നീ സ്നേഹിക്കുന്ന ആളിന് ഒരിക്കലും മറക്കുകയേയില്ല. ആമേൻ, ആമേൻ. മറക്കത്തേയില്ല. സ്നേഹിക്കുന്ന ആളെ നീ മറക്കത്തേയില്ല. നീ യേശുവിനെ സ്നേഹിക്കുന്ന ആളാണോ, മറന്ന് ഒരു കാര്യം ചെയ്യരുത്. നീ മറക്കരുത്. ദാവീദ് രാജാ എഴുതുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:8 എൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അതിരാവിലെ സങ്കീർത്തനം 5:3 ഞാൻ എന്നെ ഒരുക്കി ഞാൻ അവനായി കാത്തിരിക്കും. സങ്കീർത്തനം 16:8, സങ്കീർത്തനം 5:3 സാലമൻ രാജ എഴുതുന്നു, സരസവാക്യം 3:6 വചനത്തിൽ, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. എപ്പോഴും എല്ലാ സ്ഥലത്തും കർത്താവിനെ നീ മറക്കരുതേ. ആമേൻ, ആമേൻ. കോടിക്കണക്ക് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു എങ്ങോ വച്ച ദൈവം നിന്നെ സൃഷ്ടിച്ച് തൻ്റെ ഉള്ളം കയ്യിൽ വച്ചിരിക്കുന്ന. മറക്കരുത് ഈ ദൈവത്തെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിന്നെ വിളിച്ചവനോന്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവനോന്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യമാരെ വാഴുടാതെയവൻ താങ്ങി നടത്തിടുവാൻ കൃപയാൽ ആഴലേറും മറുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും വിടമറുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിട മറുവിൽ നീ തളരുകയോ
ഇനി സഹജേ. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വരണ്ട നിലത്തിൽ വൻമഴയുടെ മുഴക്കം കേൾപ്പിച്ചവൻ നിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മറക്കുമോ? 4 ദിവസം നാറ്റം വെച്ച ലാസറുവിനെ പേർ ചൊല്ലി വിളിച്ചവൻ നിന്നവൻ മറക്കുമോ? പലർക്കും ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാൽ ഇടുപ്പ് വേദന, തൊണ്ടവേദന, പല്ലുവേദന. കല്യാണ വീട്ടിന് പോകാൻ പറയത്തില്ല, ഇടുപ്പ് വേദന കല്യാണത്തിന് പോകത്തില്ല. തൊണ്ടവേദന കല്യാണത്തിന് പോകത്തില്ല. നിങ്ങൾ എത്ര വേദന സഹിക്കുന്നുവോ അതെക്കാട്ടിലും 1000 ഇരട്ടി വേദനയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ തൻ്റെ അത്ഭുത കരത്തിൽ തമ്പുരാൻ താങ്ങി നിർത്തിയിരിക്കുന്നു. അതേ ദൈവം നിന്നെയും താങ്ങും. ഗാഡ് ഫസ്റ്റ്, ഗാഡ് ഫസ്റ്റ്. ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുക. എൻ്റെ മോൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അവൻ ഇന്ന് രാവിലെ എനിക്കൊരു ഉമ്മ തന്നിട്ട് പറയും, പപ്പ ഇത് കഴിഞ്ഞ് എനിക്ക് ട്യൂഷനുണ്ട്, ഞാൻ അല്പം ഇവിടെ ഉറങ്ങിക്കോട്ടെ, ഞാൻ അല്പം ഇവിടെ ഉറങ്ങിക്കോട്ടെ. നീ കർത്താവിന് വേണ്ടി എത്ര പ്രയത്നം ചെയ്യുന്നുവോ അത്ര കതിര നീ കൊയ്തെടുക്കും. ആമേൻ, ആമേൻ, ആമേൻ. രണ്ടാമത് അവൻ താമസിക്കുന്നതിൻ്റെ കാരണം സഭപ്രസംഗം 3-ാം അധ്യായം 1-ാം വചനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആമേൻ. അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല, അവൻ്റെ കയ്യിലാണ്. For everything there is a time. ആകയാൽ ചില കാര്യങ്ങൾ താമസിച്ചേക്കാം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്തിന്? അതിൻ്റെ 11-ാം വചനം മറുപടി നൽകുന്നു. ദൈവം സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ഇൻ ഇറ്റ്സ് ടൈം. പക്ഷെ ചില ട്രാൻസ്ലേഷൻ മനോഹരമായ വചനം പ്രസ്താവിക്കുന്നു. ഇൻ ഹിസ് ടൈം, ഇൻ ഗാഡ്സ് ടൈം. സകലവും ദൈവം അതിൻ്റെ സമയത്ത് എന്നല്ല, അവൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ആമേൻ, ആമേൻ. അവന് ഒരു സമയമുണ്ട്. സങ്കീർത്തനം 102:13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് അതിന് സമയം വന്നിരിക്കുന്നു. എതിന്? മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വചനത്തിലെ പുത്രന് പോലും അറിയാത്ത അവൻ്റെ വരവ്, യേശുവിന് പോലും അറിയാത്ത, ദൂതന്മാർക്ക് പോലും അറിയാത്ത, സ്വർഗത്തിലെ ആർക്കും അറിയാത്ത, പിതാവിന് മാത്രം അറിയുന്ന ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ സമയം ഇതാ ആ തക്ക സമയത്ത് വന്നിരിക്കുന്നു. നമ്പർ 1 ലൂക്കോസ് സുവിശേഷം 24:50-51 അവസാനം തൻ്റെ ശിഷ്യന്മാര് ബഥാനിയ വരെ കൊണ്ടുപോയി തൻ്റെ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. 40-ാം ദിവസം അവൻ സ്വർഗാരോഹണം ചെയ്ത് ആ നാളിക അവൻ നിശ്ചയിച്ച സമയത്ത് അതാ വന്നിരിക്കുന്നു. സ്വർഗം നിശ്ചയിച്ച മനോഹരമായ സമയം, അവൻ്റെ വരവ്, അവൻ്റെ ഉയിർപ്പ്, അവൻ്റെ പുനരുദ്ധാനം. ലൂക്കോസ് 24:7 അവൻ പറഞ്ഞതിന് പ്രകാരം ഉയർത്ത്. അത് അവൻ്റെ സമയം, അവൻ്റെ വരവ്, ദൈവത്തിൻ്റെ സമയം.
അവന്റെ സ്വർഗാരോഹണം ദൈവത്തിന്റെ സമയം, അവന്റെ ഉയർപ്പ് സ്വർഗത്തിന്റെ സമയം. റോമർക്കെഴുതിയ ലേഖനം 5-6 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ തക്ക സമയത്ത് മരിച്ചു. അത് ദൈവത്തിന്റെ സമയം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:4 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ കാല സമ്പൂർണത വന്നപ്പോൾ യേശു ജനിച്ചു. അത് സ്വർഗം നിശ്ചയിച്ച സമയം. തക്ക സമയത്ത് ജനിച്ചവൻ, തക്ക സമയത്ത് മരിച്ചവൻ, തക്ക സമയത്ത് ഉയർത്തവൻ, തക്ക സമയത്ത് സ്വർലോകം പോയവൻ, തക്ക സമയത്ത് ആരും അറിയാത്ത നാളികയിൽ, പിതാവ് മാത്രം അറിയുന്ന നാളികയിൽ മടങ്ങി വരും. ഇതൊക്കെ തക്ക സമയത്തിൽ നടക്കുവാൻ സഖരിയ, എലിസബത്ത് കരയേണ്ടി വന്ന് മക്കളില്ലാതെ കരയേണ്ടി വന്ന്, ഒരു നാൾ സ്വർഗത്തിലെ ദൂതൻ വന്ന് ദൈവസന്നിധി ധൂപം കാട്ടുന്ന സഖരിയാവോട് അരുളി ചെയ്യും, നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്ന ലൂക്കോസ് 1-13 വചനത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ നിനക്കൊരു മകന് പ്രസവിക്കും. കേട്ട് കരയണമോ ചിരിക്കണമോ? ഇടി വീണതുപോലെ, അയ്യോ ഞാൻ വൃദ്ധൻ, എൻ്റെ ഭാര്യ വാർദ്ധക്യം, ഞങ്ങൾക്കതിൻ്റെ ശേഷിയില്ല. മറ്റ് കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉയർപ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണം, കർത്താവിൻ്റെ വീണ്ടും വരവ് തക്ക സമയത്ത് സീലടിച്ച് ഉറപ്പിക്കുവാൻ, ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുമ്പിൽ നടക്കുവാൻ മലാക്കി പ്രവചനം 3:1 സ്നാപക യോഹന്നാനെ ഈ ഭൂമിയിൽ വരുത്തുവാൻ സഖരിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ അല്പതാമസമല്ല, ഇത്തിരി താമസം അവർ അനുഭവിക്കേണ്ടി വന്നു. നിന്റെ ജീവിതത്തിൽ താമസമെന്ന് പിറുപിറുക്കുന്നുവോ? ചില ദൈവിക പ്ലാനുകൾ നിന്റെ കണ്ണീർ മുഖാന്തരം, നിന്റെ പ്രയത്ന മുഖാന്തരം, നിന്റെ നന്മ മുഖാന്തരം, നിന്റെ ജീവിത മുഖാന്തരം ഈ ഭൂമിയിലെ ചെയ്തെടുക്കുവാൻ ചില കാര്യങ്ങൾ ദൈവമക്കളെ നിന്റെ ജീവിതത്തിൽ അവൻ താമസിപ്പിക്കുന്നു. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ഗബ്രിയേൽ പറയും, അതും താമസമല്ല. ലൂക്കോസ് 1:20 ദൂതൻ പറയും, അത് താമസമല്ല മകന്, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള സംഭവം. ലൂക്കോസ് 1:20. ആമേൻ. ഹല്ലേലൂയ. നാലാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-14 വചനത്തിൽ ബൈബിൾ തുറക്കണം, ബൈബിൾ എടുക്കുക. ഉൽപ്പത്തി 13-14 ഒരു കാതലായ ഭാഗം, ആബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു കാതലായ ഭാഗം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലോത്ത് ആബ്രഹാമിനെ വിട്ട് പിരിഞ്ഞതിന് ശേഷം ദൈവം ആബ്രഹാമോട് അരുളി ചെയ്ത്, മനസ്സിലായോ? ലോത്ത് ആബ്രഹാമിനെ വിട്ട് പിരിഞ്ഞതിന് ശേഷം അതുവരെ ദൈവം ആബ്രഹാമോട് ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഇവൻ എപ്പ ഇവനെ വിട്ടു പോകും, അപ്പോൾ ഞാൻ ആബ്രഹാമോട് ഇടപെടാം.
താമസം. ആബ്രഹാം ഒരു സാധാരണ ആളല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വചനത്തിൽ, ഐസയാ പ്രവചനം 41-ാം അധ്യായം 8-ാം വചനത്തിൽ, യാക്കോബ് ലേഖനം 2-ാം അധ്യായം 23-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ, ഫ്രണ്ട്. രണ്ടാമത്, ഭൂമിയിലുള്ള സർവ മനുഷ്യരിലും ആബ്രഹാമിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തം. നെഗേമിയ 9:8. 1 ഫ്രണ്ട്, 2 ഫെയ്ത്ത്ഫുൾ, 3 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 18:17 സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്ന കാര്യം കർത്താവ് അരുളി ചെയ്യുന്ന, ഞാൻ ആബ്രഹാമോട് മറയ്ക്കുമോ? സങ്കീർത്തനം 25:14 ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അന്ന് ഉണ്ടായിരുന്ന ഏക ഭക്തൻ ആ ആബ്രഹാമോട് എൻ്റെ ഹൃദയത്തിലെ രഹസ്യ പദ്ധതി ഞാൻ മറയ്ക്കുമോ? അവൻ എൻ്റെ ഭക്തൻ, എന്നാൽ ഫിയർഫുൾ, ദൈവത്തെ ഭയപ്പെടുന്നവൻ. നമ്പർ 1 ഫിയർഫുൾ, നമ്പർ 2 ഫെയ്ത്ത്ഫുൾ, നമ്പർ 3 ഫ്രണ്ട്. ആ ആബ്രഹാമോട് ശാപത്തിൽ ദൈവം ആബ്രഹാമെ കൊണ്ട് നിർത്തിയിട്ടും ഒട്ടും പിറുപിറുക്കാതെ, ഉൽപ്പത്തി 12:10 8-ാം വചനത്തിൽ ആ ദൈവത്തിനൊരു യാഗപീഠം നിർമ്മിച്ച് യഹോവയെ ആരാധിച്ച ആബ്രഹാമോട് ആബ്രഹാം ഫ്രണ്ടായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും ഫിയർഫുള്ളായിട്ടും ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടും ദൈവഭക്തനായിട്ടും വിശ്വസ്തനായിട്ടും നീണ്ട കാലം ഒരു വാക്ക് ആബ്രഹാമോട് അരുളി ചെയ്യുവാൻ ദൈവം താമസിച്ചു. ആമേൻ. അതിൻ്റെ കണ്ണിയാണ് ചുരുളഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 13:14 എപ്പോൾ ലോത്ത് ഇവനെ വിട്ട് പിരിഞ്ഞോ അപ്പോൾ എൻ്റെ ദൈവം അവനോട് ഇടപെട്ട്. ചേരാത്ത കൂട്ടുകെട്ടുകൾ വച്ചിട്ടുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കത്തേയില്ല. ആമേൻ, ആമേൻ. ലോത്ത് ഒന്നും ദുഷ്ടനല്ല, ലോത്ത് ഒന്നും പരിഹാസിയല്ല, ലോത്ത് ഒന്നും പാപം ചെയ്യുന്ന മനുഷ്യനല്ല. ബൈബിൾ സാക്ഷി പറയുന്നു, നീതിമാൻ. പക്ഷേ ദൈവത്താൽ വിളിക്കപ്പെടാത്ത വ്യക്തി. ആബ്രഹാമിന് ദൈവം വിളിച്ചിറക്കി, വിളിക്കപ്പെടാതെ താൻ തോന്നിയാവശമായി അനുഗമിച്ചവൻ അവന് വിട്ടു പിരിയുന്നത് വരെ ലോത്തിനോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ആബ്രഹാമോട് ദൈവം സംസാരിച്ചേയില്ല. താമസിച്ച് എപ്പോൾ ലോത്ത് ആബ്രഹാമെ വിട്ടു പിരിഞ്ഞുവോ അന്ന് ആബ്രഹാമോട് ദൈവം അരുളി ചെയ്ത്, വിട്ടു പിരിയേണ്ടതിന് വിട്ടുപിരിയണം. ആമേൻ. ചിലർക്ക് ഇവിടെ സ്വതന്ത്രമല്ല. ഇപ്പം മൊബൈലെ പിടിച്ച് വാങ്ങിയാൽ അറിയാം, ചില മാക്രികളുടെ ഫാനാണിവർ. മാക്രി, പേര് പറയുന്നില്ല, മാക്രികൾ. ഇതൊന്നും ഒന്ന് കിട്ടിയതല്ല, സ്ത്രീയായാലും പുരുഷൻ ഫാനാണ്. രാത്രി 11 മണി വരെ അത് കണ്ടാൽ മാത്രം പോരാ, ഇങ്ങനെ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. മാക്രികളുടെ ഫാൻ. വിടേണ്ടതിന് നീ വിട്ടു വന്നില്ല എങ്കിൽ ദൈവം നിന്നോട് ഇടപെടത്തില്ല. ആബ്രഹാമിനോട് പോലും ഇടപെട്ടില്ല. എപ്പോൾ ലോത്ത് വിട്ടു പിരിഞ്ഞുവോ അപ്പോൾ ദൈവം ആബ്രഹാമോട് സംസാരിച്ചു. അതുവരെ താമസിച്ചു. ശൗലിന്റെ പടയെങ്കി ദാവീദിനെ ഇട്ടുകൊടുത്തു. 1 ശമൂവേൽ 17:39. ദാവീദ്
മറ്റവന്റെ പടയെങ്കിയും ഇട്ട് നടന്ന് അവന് മനസ്സിലായി ഇത് ചേരുന്നില്ല. ചേരാത്തത് ഊരിവെച്ചപ്പോൾ ഗോലിയാത്തിന്റെ തല ദാവീദിന്റെ കയ്യിലായി. ആമേൻ, ആമേൻ. ചേരാത്തത് ഊരിവെക്കുക, ഇന്നവൻ പ്രവർത്തിക്കും. വിട്ടുപിരിയേണ്ടതിന് വിട്ടുപിരിയുക. ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിച്ചം വരുത്തും. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദോ. ഇന്ന് ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകളെ പാടണം. പാടിട്ടേ നിൽക്കണം. റെസ്റ്റില്ല, റെസ്റ്റില്ല. കൈകളെ ഉയർത്തി കൈകളെ തട്ടി. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദോ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദോ. ഇന്നലേക്കാൾ ശക്തിയോടെ പോരാ. ഈ കയ്യടിയും പാട്ടും പോരാ, ഈ കയ്യടിയും പാട്ടും പോരാ. പുതിയ ഹാളിൽ നിൽക്കുന്ന എല്ലാവരും ആമേൻ, 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 ആമേൻ. ഉള്ളു 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 പുതുക്കമുണ്ടാകട്ടെ. ഉള്ളിലെ പുതുക്കമുണ്ടാകട്ടെ, ഉള്ളിലെ പുതുക്കമുണ്ടാകട്ടെ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ. അപ്പാ, അപ്പാ, എന്തിന് താമസം? എൻ്റെ ജീവിതത്തിൽ വെളിച്ചം തരുവാൻ എന്തിന് താമസം? എന്തിന് രാജാ താമസം? കരയുമോ, കരയുമോ? മക്കളെ കുറിച്ചുള്ള വിലാപം, കുടുംബത്തെ കുറിച്ചുള്ള വിലാപം, ജോലി സ്ഥലത്തെ കുറിച്ചുള്ള വിലാപം. ഭാരം മാറിപ്പോ, ഭാരം മാറിപ്പോ, ഭാരം മാറിപ്പോ. അല്പം അവിടെയും സ്വൽപ്പം അവിടെയും ഇപ്പം ഇവിടെയും അല്ലാതെ എപ്പോഴും ദൈവമേ ഞാൻ അങ്ങേക്കുള്ളവൻ, ഞാൻ അങ്ങേക്കുള്ളവൻ. ടീ 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 ടീ. ഓ ഓ മാന്ത്രിക വൈപ്പിനയാൽ അലക്കളിഞ്ഞു പോയ 3 കുടുംബങ്ങൾ ഇന്നു മുതൽ പുതുജീവൻ നിങ്ങൾക്ക് തരുന്നു, പുതുജീവൻ തരുന്നു, പുതുജീവൻ തരുന്നു. ആമേൻ. തലമുറ ഉണ്ടാകാതെ മാന്ത്രികം ചെയ്യപ്പെട്ട 7 സഹോദരിമാരുടെ വയറിന് കർത്താവിൻ്റെ ജീവന്റെ കരം ഇപ്പോൾ തൊടുന്ന് വിടുതലിൻ കരം വ്യാപരിക്കുന്നു,
ആമേൻ. എൻ്റെ വലതുഭാഗത്തിൽ പഴയ കാലിൽ മൂലയിൽ 24 മണിക്കൂറും തലവേദന കൊണ്ട് പുഴുവായി തുടിക്കുന്ന സഹോദരി, പഠിക്കുന്നവളെ, കർത്താവ് നിങ്ങളെ തുടർന്ന് സഭയ്ക്ക് നൽകുന്നു. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. നരക്കം ദൈവമക്കളുടെ ജീവിതത്തിലുള്ള നരക്കം വിട്ടുപോ. ദുഃഖം, സദാ ദുഃഖം വിട്ടുപോ. കുടുംബത്തിനകത്ത് കലഹം, മദ്യപാനം, മയക്കുമരുന്ന്, വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിന്റെ കരം ഇറങ്ങട്ടെ. ഇപ്പോൾ അഗ്നി മഴ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുട്ടായടെ നീക്കത്രേ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുട്ടായടെ നീക്കത്രേ ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും രക്ഷിക്കൂടെ തൻ കൃപയിൽ എല്ലാം ഞാൻ വാഴും. രക്ഷിതാവിൻ കൂടെയപ്പോഴും തൻ കൃപയിൽ എല്ലാ നാളും ഇരിക്കാം. അവസാനം യോഹന്നാൻ 1:12 സുപ്രീം ബ്ലെസ്സിങ്, സുപ്രീം റെക്കഗ്നിഷൻ, സുപ്രീം പൊസിഷൻ, അതിശ്രേഷ്ഠമായ അനുഗ്രഹം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സിമ്പിൾ തിങ്, ഏറ്റവും വലിയ അനുഗ്രഹം. ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ അല്പം അവിടെയും, മനസ്സിലായവർ കൈകളെ തട്ടണം, അല്പം ഇവിടെയും ഇപ്പം ഇവിടെ, അതിലെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഇവിടെ, ഇത് കഴിഞ്ഞാൽ എവിടെയൊക്കെ. അല്ലാതെ ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ, ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ജാതിയോ മതമോ പള്ളിയോ കളറോ ഭാഷയോ ദേശമോ ഒരു വ്യത്യാസമില്ല, ഏവനും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. ആബ്രഹാമിന് പോലും ഈ ഭാഗ്യം കിട്ടിയില്ല, ഇസഹാക്കിന് പോലും ഈ ഭാഗ്യം കിട്ടിയില്ല, സാമുവേലിനും മോശയ്ക്ക് പോലും ഈ ഭാഗ്യം കിട്ടിയില്ല, യോബുവിന് പോലും ഈ ഭാഗ്യം കിട്ടിയില്ല. ഞാനത് വിശദീകരിച്ച് പറയാം. ബൈബിളിൽ ഉള്ള ഒരു കാര്യമാണ്, എൻ്റെ ദൈവം ആരെയും ഒന്നിനും നിർബന്ധിക്കാറേയില്ല. ഫ്രീ വിൽ, സ്വാതന്ത്ര്യ ഇച്ഛ. വെളിപ്പാട് പുസ്തകം 3:20 കർത്താവ് അരുളി ചെയ്യുന്നു, ഹൃദയവാതിൽ നീ തുറന്നാൽ ഞാൻ പ്രവേശിക്കും. തട്ടി മുട്ടി ഇടിച്ച് കയറുന്ന ദൈവം അല്ല ഞാൻ. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഫ്രീ വിൽ, തുറന്നാൽ.
പക്ഷെ മത്തായി 12-ാം അധ്യായം 39-45 പിശാചിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ തുറന്നാൽ കയറുന്നവനല്ല, അവൻ കയറുന്നവൻ. നീ അനുവദിച്ചില്ല എങ്കിലും തട്ടി മുട്ടി തകർത്ത് കയറുന്നവൻ. യേശു അങ്ങനെയല്ല മക്കളെ. തുറന്നാൽ, വെളിപ്പാട് 3:20, കണ്ടിപ്പേയില്ല. ഫ്രീ വിൽ. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അപ്പം തിന്ന ആളുകൾ സ്ഥലം വിട്ട്. കഠിനവാക്ക്. യോഹന്നാൻ 6:66-67 ശിഷ്യന്മാർ പോലും കർത്താവിൻ്റെ ജീവന്റെ വചനം കേട്ടപ്പോൾ ഇറ്റ് ഈസ് ടു ഹാർഡ്, ഹൂ ക്യാൻ ബിയർ. ഇത് കഠിനവാക്ക്. ആർക്ക് സഹിക്കുവാൻ കഴിയും? എല്ലാവരും വിട്ടുപോയപ്പോൾ കർത്താവ് തിരിഞ്ഞ് അപ്പോസ്തലന്മാർ 12 പേരുടെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിലും പോയിക്കൊള്ളാം, ഇവിടെ ഒരു നിർബന്ധവുമില്ല. മനസ്സിലായോ? ശിഷ്യന്മാർ എല്ലാവരും വിട്ടുപോയപ്പോൾ അപ്പോസ്തലന്മാരെ കെട്ടിവെച്ചില്ല. ഇനിയിപ്പോൾ ഇവനും പോയാൽ ഇനി എങ്ങനെ മിനിസ്ട്രി പോകും? നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. യോഹന്നാൻ 6:66-67 ഒന്നിനും നിർബന്ധമില്ല, കട്ടായമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ദൈവം ഒരു സംഭവത്തിൽ കട്ടായപ്പെടുത്തുന്ന. ഉൽപ്പത്തി 19, 14, 15, 16 ശ്രദ്ധിക്കണം. ഇത് ദൈവ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവം അരുളി ചെയ്തതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഛർദ്ദിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഉൽപ്പത്തി 19:14, ഉൽപ്പത്തി 19:15, ഉൽപ്പത്തി 19:16 ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പർവ്വതം നോക്കി ഓടിപ്പോകാം. അവിടെയും ഇവിടെയുമല്ല, യഥാർത്ഥ പർവ്വതം ക്രിസ്തുവിനെ നോക്കി ഓടിപ്പോകാം. താമസിക്കരുത്. ഒന്ന്, ദൈവം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ലോത്തിനോട് കുടുംബത്തോട് പറഞ്ഞ്. ശ്രദ്ധിക്കാം. ഫാസ്റ്റ് ഹി സ്പോക്ക് 19:14. രണ്ടാമത് അവർ താമസിച്ചപ്പോൾ ദൈവം അവരെ ബന്ധപ്പെടുത്തി. ഹി അർജ്ഡ്. ഫാസ്റ്റ് ഹി സ്പോക്ക്, ദെൻ ഹി അർജ്ഡ്. ത്വരിതപ്പെടുത്തിനാർ, ബന്ധപ്പെടുത്തി. ആദ്യം സംസാരിച്ചു, രണ്ടാമത് ബന്ധപ്പെടുത്തി. ഇവൻ നിന്ന് കിറങ്ങിയപ്പോൾ 16-ാം വചനം, ഉൽപ്പത്തി 19-ാം അധ്യായം 16-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മഹാസ്നേഹസ്വരൂപനായ ദൈവം ലോത്തിൻ്റെയും ഭാര്യയുടെയും പെൺകുട്ടികളുടെയും കൈക്ക് പിടിച്ചു. കൈകളെ തട്ടാമോ? ഒരു കട്ടായം, ഒരു ഫോഴ്സ്. സംസാരിച്ചപ്പോൾ കേട്ടില്ല, ബന്ധപ്പെടുത്തിയപ്പോൾ കേട്ടില്ല, നിന്ന് കറങ്ങി. ഇവിടെ he seized in their hands, he held their hands. ഒരു ഫോഴ്സ്. എൻ്റെ ദൈവം നശിച്ചു പോകാതിരുപ്പാൻ അവരെ കട്ടായപ്പെടുത്തി കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന്. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വചനത്തില് തൻ്റെ പ്രിയ സ്നേഹിതൻ ആബ്രഹാമിന് ദൈവം ഓർത്ത് 50, 45, 40, 30, 35, 20, 10 പേർ ഉണ്ടെങ്കിലോ കർത്താവിൻ്റെ ക്രോധം കൊണ്ട് നശിപ്പിക്കുവോ? ആബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഞാൻ നശിപ്പിക്കുകയില്ല. തൻ്റെ സ്നേഹിതന് കൊടുത്ത വാഗ്ദത്തം ദൈവം ഓർത്ത് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കൈക്ക് പിടിച്ച് കട്ടായപ്പെടുത്തി. തൻ്റെ സ്നേഹിതൻ, വലിയ മനുഷ്യൻ ആബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം
അത്ര വലിയ മനുഷ്യൻ ആബ്രഹാമിന് പോലും കിട്ടിയ സ്ഥാനം ദൈവത്തിൻ്റെ സ്നേഹിതൻ. അത്രയേ ഉള്ളൂ. രണ്ടാമത്, ഇസഹാക്കിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇസഹാക്കിന്റെ ഭയവുമായ യഹോവ. അതിൻ്റെ അർത്ഥം ഭയപ്പെടുന്നവൻ, ദൈവസന്നിധിയിൽ വിറയ്ക്കുന്നവൻ. അത്ര വലിയ ഭക്തന് പോലും ദൈവം കൊടുത്ത സ്ഥാനം ഭക്തനെന്നാണ്. ഏറ്റവും വലിയ സ്ഥാനം വഹിച്ച ആബ്രഹാമിന് കിട്ടിയ സ്ഥാനം ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഏറ്റവും അധികം ഭയപ്പെട്ട ഇസഹാക്കിന് ഹേറാർ ദേശത്തിൽ നിവാസികൾ ക്ഷാമം കൊണ്ട് ചത്തു വീണ് തമ്മിൽ കൊന്നുടക്കി തിന്നുമ്പോൾ ഇവൻ മാത്രം കൊയ്ത സ്ഥാനത്ത് സ്വർഗം കനിഞ്ഞ് 100 മേനി ഫലം കൊയ്തെടുത്ത ഇസഹാക്കിന് ദൈവം കൊടുത്ത സ്ഥാനം ഭക്തൻ. ആബ്രഹാം സ്നേഹിതൻ, ഇസഹാക്ക് ഭക്തൻ. മൂന്നാമത്, യാക്കോബിനെ കുറിച്ച് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ കൺമണി. അമ്മാവനോട് പറയും, ഈയിടെ നീ വിചാരിക്കുന്നത് പോലല്ല യാക്കോബ്, ദോഷം മാത്രമല്ല, നീ അമ്മാവനൊക്കെ ശരി തന്നെയാണ്, ഗുണമെങ്കിലും നീ അവനോട് സംസാരിക്കരുത്. അവന് എൻ്റെ നീതിയും ന്യായവും അനുഗ്രഹവും ഉണ്ട്. അത്ര വലിയ യാക്കോബ് ഭക്തന് ദൈവം നൽകിയ സ്ഥാനം ഐസ 41:8, നീയോ എൻ്റെ ദാസനായ ഇസ്രായേൽ. വലിയ മനുഷ്യൻ ആബ്രഹാമിന് ദൈവം കൊടുത്ത സ്ഥാനം സ്നേഹിതൻ. വലിയ മനുഷ്യൻ ഇസഹാക്കിന് ദൈവം കൊടുത്ത സ്ഥാനം ഭക്തൻ. വലിയ മനുഷ്യൻ യാക്കോബിന് ദൈവം കൊടുത്ത സ്ഥാനം ദാസൻ. അവിടെ ഒരു കൊച്ചു മനുഷ്യൻ, പക്ഷെ വലിയ മനുഷ്യൻ. സൂര്യ നിൽക്കുക. ജോഷുവ 12:10. അത്ര ക്യാപ്റ്റൻ ജോഷുവയ്ക്ക് ദൈവം കൊടുത്ത സ്ഥാനം. ജോഷുവ 24:29. പ്രത്യേകിച്ചും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പുറപ്പാട് 33:11 ജോഷുവയ്ക്ക് ലഭിച്ച സ്ഥാനം മോശയുടെ ശുശ്രൂഷകൻ. ഒരാൾ മോശയുടെ ശുശ്രൂഷകൻ, ഒരാൾ ദൈവത്തിൻ്റെ ദാസൻ, മറ്റൊരാൾ ദൈവഭക്തൻ, വേറൊരു വലിയ മനുഷ്യൻ സ്നേഹിതൻ. ഈ സ്ഥാനത്ത് നിങ്ങൾക്കും എനിക്കും ഈ കാലത്ത് ദൈവം തന്നിരിക്കുന്ന സ്ഥാനം എൻ്റെ മക്കളെന്നുള്ള സ്ഥാനമാണ്. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത് ആബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ജോഷുവയ്ക്കും സാമുവേലിനും മോശയ്ക്കും യോബുവിനും ദാവീദിനും എത്തിപ്പറ്റാൻ കഴിയാത്ത ഉന്നത സ്ഥാനം എൻ്റെ മോൻ അഭിഷേക്. അവൻ ചോദിക്കുന്നത് പലതും ഞാൻ വാങ്ങിക്കൊടുത്ത്, അവൻ ചോദിച്ചത് ചിലത് ഞാൻ കൊടുത്തിട്ടില്ല. അവനറിയാം, അതുകൊണ്ട് അവന് പിണക്കമില്ല. കാരണം അവനറിയാം, ഞാൻ ബ്രദർ സുന്ദർ സിംഗിന് ആബ്രഹാമിനെ പോലെ ഒരു സ്നേഹിതനല്ല, ഇസഹാക്കിനെ പോലെ ഒരു ഭക്തനല്ല, സുന്ദർ സിംഗിന് ജോഷുവയെ പോലെ ഒരു ശുശ്രൂഷകനല്ല. ഞാൻ സുന്ദർ സിംഗിൻ്റെ മകനാണ്. എനിക്ക് അല്പം താമസിച്ചാലും എന്ത് നന്മ എന്ന് എൻ്റെ അപ്പന് നന്നറിയാം. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. എഴുന്നേൽക്കാം.
എൻ്റെ വലതുഭാഗത്തിൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് മാന്ത്രികൻ്റെ അടുക്കൽ പോയി ഓതിക്കെട്ടിയ നൂല് ഇടയിൽ കെട്ടിയിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. പൊട്ടിച്ചു കളയുക സിസ്റ്റർ, നിങ്ങളുടെ തലമുറ എൻ്റെ ദൈവത്തെ സേവിക്കാൻ പോകുന്നു. യെസ്, ഐ സീ, ഞാൻ കാണുന്നു. തലമുറകളെ കടന്ന് ഞാൻ കാണുന്നു. യെസ്, നന്ദി നന്ദി നന്ദി. എപ്പോഴും ഒരു ക്ഷീണം, എപ്പോഴും ഒരു ക്ഷീണം, പ്രത്യേകിച്ചും വചനം കേൾക്കുമ്പോൾ ക്ഷീണം. അങ്ങനെ ഒരു ക്ഷീണം കൊണ്ടിടുന്ന ശൈത്താൻ്റെ കരം പല വ്യക്തികളെ വിട്ട് ഇപ്പോൾ ഓടുന്നു 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 ഓടുന്നു. യേശുവേ യേശുവേ യേശുവേ. കേട്ട വചനത്തിനടിസ്ഥാനത്തിൽ ദൈവമക്കൾ സ്വന്തം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാട്ടെ. ആമേൻ. അല്പം അവിടെയും സ്വൽപ്പം അവിടെയും ഇപ്പം ഇവിടെയുമല്ല, എന്നും ദൈവമേ ഞാൻ അങ്ങേക്ക് ഉള്ളവൻ. സമർപ്പിക്കുമോ? ജീവിതം സമർപ്പിക്കുമോ? ഈ സമൂഹത്തിൽ നീ ആർക്കും പിന്നിലല്ല, നിന്നെ മുന്നിൽ തന്നെ നിർത്തും. ഈ സമൂഹത്തിൽ നിന്റെ തലമുറ ആരുടെയും പിന്നിൽ നിൽക്കുകയില്ല, മുന്നിൽ തന്നെ നിർത്തും. സ്തുതിച്ചാട്ടെ. അപ്പാ 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 അപ്പാ. യേശുവേ 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 യേശുവേ. അഗ്നി ടി 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 ടി. ഹീലിംഗ് പവർ, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി വ്യാപരിക്കുന്നു. ഷോക്കടിക്കുന്നത് പോലെ വാദരോഗം വിട്ടുമാറുന്നു. മാംസവും ആസ്തിയും തകർന്ന് അടിപട്ട് വേദനയോട് നിൽക്കുന്ന 3 വ്യക്തികളെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി തുളയ്ക്കുന്നു. ആസ്തി ജോയിന്റുകളിൽ തുളയ്ക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ. കത്തുക, അഗ്നിയിൽ കത്തുക. ദൈവവൈഡലെ അഗ്നിയിൽ കത്തുക. ആമേൻ ആമേൻ ആമേൻ. കുടുംബ കലഹ നിമിത്തം ഭാര്യ ഭർത്താവ് പിണങ്ങി വേറുപെട്ട് ആയിരിക്കുന്ന ചില കുടുംബങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഡിവൈൻ പദ്ധതി നിറവാകുന്നു. ദിവ്യ പദ്ധതികളെ കുടുംബങ്ങൾ നിറവാകുന്നു. ഒരു അത്ഭുതം സംഭവിക്കും. അഗ്നിമഴ. വീട് വിട്ട് അകലെ വിദേശത്ത് പഠിത്തത്തിനായി ജോലി നിമിത്തം ആയിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഭാരത്തോട് യൊത്തിയിരിക്കുന്ന ആളുകളുടെ കണ്ണിനിർദയം തുടയ്ക്കുന്നു. ആയിരിക്കുന്ന സ്ഥലത്തിൽ കർത്താവിൻ്റെ കാരുണ്യ കോട്ട അവരെ ചുറ്റും സംരക്ഷിക്കുന്നു. പഠിച്ചിട്ടും ഇന്റർവ്യൂവിൽ ചെന്നിട്ടും സാക്ഷിപത്രം കൊടുത്തിട്ടും ജോലിയില്ലാതെ ഭാരത്തോട് എതിർക്കുന്ന യുവതി-യുവാക്കൾ അങ്ങയുടെ കരത്തിൽ തരുന്നേ. ജോലിയില്ലാതെ നിലവിളിക്കുന്ന യുവതി-യുവാക്കൾ അങ്ങയുടെ കരത്തിൽ തരുന്നേ. താമസിച്ചത് മടി ദൈവമേ. ഉടനെ ഈ മാസത്തിൽ തന്നെ, ഈ ആഴ്ചയിൽ തന്നെ, ഈ മാസത്തിൽ തന്നെ, ഈ ആഴ്ചയിൽ തന്നെ, ഈ 3 മാസങ്ങൾക്ക് അകം തന്നെ
ഈ ആണ്ടിന് അവസാനത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ടീ 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 വരുമാനം ഇല്ലാതെ നിലവിളിയോട് നിൽക്കുന്ന മക്കളുടെ ജീവിതത്തിൽ സ്വർഗം ഇടപെടണം, സ്വർഗം ഇടപെടണം. സാമ്പത്തിക ഞെരുക്കം ബുദ്ധിമുട്ടും ക്രമീകരിക്കണം. സ്വർഗത്തിലെ അത്ഭുത കരം വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ. ജോലി സ്ഥലത്ത് ഉന്നത പോസ്റ്റുകളായിരിക്കും ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കരത്തിൽ തരുന്ന സ്വർഗത്തിലെ ജ്ഞാനം, മറ്റാളുകൾക്ക് മറയ്ക്കപ്പെട്ട ജ്ഞാനം സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കണം, വെളിപ്പെടുത്തി കൊടുക്കണം. വളരുന്ന തലമുറ അങ്ങയുടെ കരത്തിൽ തരുന്ന അങ്ങയുടെ മുഖം ദർശിച്ച് കുഞ്ഞുങ്ങൾ വളരട്ടെ, ആത്മ അഭിഷേകം പ്രാപിക്കട്ടെ. ടീ 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 റബ ജനശാലദം ധനഡബ റഗാലദം ധനഡബ. നന്ദി, 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 നന്ദി. സാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിടാം തൻ്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തൻ്റെ വേലയെ കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി, ശക്തിയായി കൈകൾ തട്ടി നാവെടുത്ത് വാഴ്ത്തുവിൻ, 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 വാഴ്ത്തുവിൻ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല. അഗ്നി, 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 അഗ്നി. അഭിഷേകമഴ നിറച്ചതിനായി നന്ദി. മഹത്വം അങ്ങേക്ക്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.